അതെ, ഞാൻ ഇവിടെ ചുമ്മാ ചൊറിയുത്തിരുന്നപ്പോഴേ നിങ്ങൾ ഇൻ്റർവ്യൂ തരാൻ വേണ്ടി വിളിച്ചതല്ല. നിങ്ങൾ പല പ്രാവശ്യം ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയോണ്ടാണ് ഞാനിത് സമ്മതിച്ചത്. ഒരു മിനിറ്റ് സാർ, നമുക്കിപ്പോൾ തുടങ്ങാം. ഒന്ന് തുടങ്ങ്. ഇപ്പം തന്നെ ഷൂട്ട് 2 ദിവസം ഇല്ല, മഴ കാരണം. നിശ്ചതേ, ലൈറ്റപ്പൊക്കെ എന്തായി? അവിടെ എല്ലാം സെറ്റാണ്. ഇത് നമുക്ക് നേരെ ഷൂട്ടിൽ പോകും. എടോ, താനിത് എന്താ തപ്പിക്കൊണ്ടിരിക്കുന്നത്? അത് സാറേ, ഈ ചോദ്യങ്ങൾ എഴുതി വെച്ച പേപ്പർ കാണാമല്ലോ, അത് നോക്കുക. ഷേ, താൻ കാര്യം ചെയ്യും. സൗകര്യം പോലെ പേപ്പറൊക്കെ നോക്കിയിട്ട് എന്നെ വിളിക്കുക. എനിക്ക് എൻ്റെ സൗകര്യം ഉള്ളപ്പോൾ ഞാൻ വരാം. സാർ പോലെ, ഒരു മിനിറ്റ് പ്ലീസ്. സാർ, ഇയാളെ വെറുപ്പിക്കണ്ട. ഇയാൾ പടം ഇറങ്ങുന്നതിന് റിവ്യൂ ഇട്ട് നശിപ്പിച്ച് കളയും. എടാ, സമയം വെറുതെ കളയോ? സാർ പ്ലീസ്. ആ സാറേ, കിട്ടി സാറേ, കിട്ടി. ആ കിട്ടി സാർ. ആ സാറേ, നമുക്ക് തുടങ്ങാം. ആ തുടങ്ങാം. നമസ്കാരം. നമസ്കാരം. ആദ്യത്തെ ചോദ്യം. അല്ല, ഇൻട്രൊഡക്ഷൻ പരിപാടിയൊന്നുമില്ലേ? അത് സാറ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സൗകര്യം പോലെ ഷൂട്ട് ചെയ്തോളാം. ആ നന്നായി. അതെ, ഞാൻ തൻ്റെ പല ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ചോദ്യം എന്നോട് ചോദിക്കരുത്. ഞാൻ എൻ്റെ പാട്ട് എണീറ്റ് പോകും. താൻ എന്ത് എഴുതിയാൽ എനിക്ക് കുഴപ്പമില്ല. സാറ് പേടിക്കണ്ട, എല്ലാം നല്ല ഫ്രഷ് ചോദ്യങ്ങളായിരിക്കും. ആ എന്നാൽ ചോദിക്കും. സാറേ, ആദ്യത്തെ ചോദ്യം ഫ്രഷാണ്. സാർ ഇതുവരെ സംവിധാനം ചെയ്ത സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ഇതാട്ടോ ഫ്രഷ് ചോദ്യം. താൻ എന്തുവേണം ഇരിക്കും കോപ്പം. എനിക്കൊരു പണിയുണ്ട്. സാർ പ്ലീസ് പ്ലീസ്. സാറേ, അടുത്ത ചോദ്യമുണ്ട്. താങ്കൾ മനസ്സിൽ കണ്ട ബ്രഹ്മാണ്ഡ ചിത്രത്തിലെ നായകൻ ആരായിരിക്കും? നായകൻ ദിനോസർ, മാങ്ങ തൊലി. എടാ, നീ പോയി അവിനാശം വിളിച്ച് ഇയാൾക്ക് എന്താ വെച്ചാൽ പറഞ്ഞു കൊടുക്ക്. അവിനാശ് കുറച്ച് തിരക്കിലാണ്. അവൻ ഡയലോഗ് ഓടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ആർക്ക്? അത് പിന്നെ സന്ദീപേട്ട പ്രീതി ചേച്ചി എവിടെ? ആ ചേച്ചിനോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, എന്താ? ആ പ്രീതി ചേച്ചി വീട്ടിൽ പോയിക്കാണ് അമ്മേനെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ജോസഫ് ഏട്ടനോ? ആ ചേച്ചി ഇല്ലാത്തല്ലേ, സ്വാതന്ത്ര്യ ആഘോഷിക്കായിരിക്കും. നിനക്ക് നല്ല പണി കിട്ടിയില്ലേ? ഒന്നും പറയണ്ട ചേച്ചി, വട്ടായിട്ട് പാടില്ല. തഥാസ്തു. ഞാനൊരു കേക്ക് ഓർഡർ ചെയ്തായിരുന്നു. ആ സാറിന്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് ഇപ്പൊ തരാം. ഓക്കെ. ടി ചേച്ചിയുടെ ഫ്രണ്ട് അല്ലേ അന്ന് കണ്ട? ആ, കേക്ക് എന്താ ബർത്ത്ഡേ ആണോ? ആ അമ്മയുടെ പിറന്നാളാണ്. ആണോ? അമ്മേനോട് എൻ്റെ ബർത്ത്ഡേ വിഷസ് പറയണേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അവനോട് ചോദിച്ചിട്ടൊന്നും പറയണില്ല. അവന് എന്നോട് ദേഷ്യം കാണും. അതിപ്പോൾ ആർക്കായാലും ഉണ്ടാവും. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. പിന്നെ സിനിമ മഹളുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൂട്ടുകാരായി. നിങ്ങൾ ഒരുമിച്ച് എഴുതാനൊക്കെ തുടങ്ങിയതല്ലേ? ആ 2-3 കൊല്ലം കൊണ്ട് എടുത്ത വലിയൊരു തീരുമാനമായിരുന്നു അത്. ഒരു സിനിമയ്ക്ക് ഒരുമിച്ച് തിരക്കഥ എഴുതാന്നുള്ളത്. പിന്നെ എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു കുടുംബം, അത് തന്നെ കാരണം. എൻ്റെയും ദീപുവിൻ്റെ വീടിൻ്റെ അവസ്ഥകൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ കുറച്ച് പറമ്പൊക്കെ ഉണ്ട്. അവൻ്റെ കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല. എനിക്കൊരു പരിധി വിട്ടൊന്നിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പിന്നെ വീട്, ബാങ്ക് ജപ്തി ചെയ്യുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലൊരു ജോലി നോക്കി ബാംഗ്ലൂർക്ക് പോയി. അപ്പൊ അവനോട് ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നില്ല? അവനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടാവും ഒരുപാട് സിദ്ധാന്തങ്ങൾ. പക്ഷേ ഇത് പുഴുങ്ങി തിന്ന വിശപ്പ് പാറില്ലല്ലോ. പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് ഏതാ ശരിയെന്ന് അറിയണമെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം, എന്നാലേ പറ്റുള്ളൂ. ഇപ്പൊ കൊച്ചിയിലാണോ? ആ അതെ, ഞാനിവിടെ കൊച്ചിയിൽ ഇമ്പാക്ടസ് എന്ന് പറഞ്ഞ അഡ്വർടൈസിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. പിന്നെ അച്ഛൻ മരിച്ചപ്പോൾ അമ്മയും അനിയനെയും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. സാർ കേക്ക് റെഡി. താൻ അവനോടൊന്ന് പറയണം ഞാനൊരു ഫ്രോഡല്ലെന്ന്. പോട്ടെ നിക്ക്. താങ്ക് യു. അതെ, ഇല്ല, പുതിയ മൂവീസ് ഒന്നും ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല. തമിഴിൽ നിന്ന് ധാരാളം ഓഫറുകൾ വരുന്നുണ്ടെന്ന് കേട്ടല്ലോ. ധാരാളം ഓഫേഴ്സ് ഒന്നും വന്നിട്ടില്ല. 1-2 ഓഫർ വന്നു, പക്ഷേ അത് വേണ്ടാന്ന് വെച്ചു. കാരണം എനിക്കിവിടെ ഓൾറെഡി നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. ക്രിസ്മസിനെ കുറിച്ചുള്ള ഓർമ്മകളൊന്നും പങ്കുവയ്ക്കാം. എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ ഈ ചോദ്യം ഇത് എന്നാ അവസാനിപ്പിക്കും? ഓണമായ ഓണത്തിൻ്റെ ഓർമ്മ, ക്രിസ്മസ് ആയ ക്രിസ്മസിൻ്റെ ഓർമ്മ. പ്രേക്ഷകർക്കറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. ഓ അല്ലേ, ശരി. ഞാൻ അൻവർ സാറിനടുത്ത് എന്തെങ്കിലും പറഞ്ഞു? പുള്ളി എന്നെ കണ്ടപ്പോൾ ഒരു മാതിരി ചിരിയൊക്കെ ചിരിച്ചു. ഞാൻ ചെറിയ സൂചന കൊടുത്തിട്ടുണ്ട്. എന്തിനാടാ? ഇവിടെ പുള്ളിക്ക് എന്തൊക്കെയോ അറിയാം. പുള്ളി ഒന്നില്ലെങ്കിൽ ഈ സെറ്റിൽ തന്നെ വർക്ക് ചെയ്യണേ. നീ ചെല്ലേ. നീയൊക്കെ എൻ്റെ പുക കണ്ടേ അടങ്ങുള്ളൂ അല്ലേ? അല്ലെങ്കിൽ തന്നെ പറഞ്ഞാൽ തലയിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതിൻ്റെ ക്ഷീണം വരെ മാറിയിട്ടില്ല. അപ്പോഴാണ് ഇതൊക്കെയാണ് ക്രിസ്മസിൻ്റെ ഓർമ്മ. മാഡം ഷോർട്ട് റെഡിയാണ്. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ശരി, ആയിക്കോട്ടെ. താങ്ക് യു വെരി മച്ച്. ഓ താങ്ക് യു, രക്ഷിച്ചത്. മൊത്തം പറഞ്ഞ് ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ? ശരി. ഹലോ. ഹായ്. പുതിയ അസിസ്റ്റന്റ് ആണല്ലേ? അതെ. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ? അയ്യോ എൻ്റെ ചേട്ടാ, മീഡിയയോട് സംസാരിക്കുന്നതാണ് അൻവർ സാർ പറഞ്ഞിട്ടുള്ളത്. അതിനിതൊരു ഇന്റർവ്യൂ ഒന്നുമില്ല, ജസ്റ്റ് കാഷ്വൽ ടോക്ക്. ഈ ജീവൻ എങ്ങനെ സെറ്റിൽ? ജീവൻ സാർ ഭയങ്കര കൂളല്ലേ. സാറ് സെറ്റിലുള്ളപ്പോൾ ഭയങ്കര പോസിറ്റീവ് വൈബാണ്.
ജോസഫേട്ടാ, ഞാനാ സാം. നീ ഏതാണ് മോനെ ഇവിടെ? ഞാൻ ചേട്ടൻ കണ്ടാവുന്നത്. ഒരിക്കലും ചെയ്യരുത്. നിനക്കായിട്ട് തോന്നണം രണ്ടെണ്ണം അടിക്കണമെന്ന്. അപ്പം നീ വരണം, അല്ല ജോസഫേട്ടനെ കണ്ടുകൊണ്ട് വരരുത്. അതൊരു നല്ല ശീലമല്ല. ജോസഫേട്ട എന്നെ പ്രോത്സാഹിപ്പിക്കില്ല. ജോസഫേട്ട എന്തൊക്കെയാണ് ഈ പറയണത്? എടാ ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? എടാ ഞാൻ നല്ലൊരു മനുഷ്യനാണ്, എങ്കിലും എനിക്ക് ചില ദുശീലങ്ങളുണ്ട്. ജോസഫേട്ടനെ കണ്ട് മക്കൾ പഠിക്കരുത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അതൊക്കെ എനിക്കറിയാം. ആണോ? വാ നമുക്ക് ഒരെണ്ണം അടിച്ചിട്ട് വരാം. ഞാനൊന്നും പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞില്ല, ജോസഫേട്ടൻ കണ്ടു വന്നാണ്. ഒരിക്കലും പാടില്ല. ഞാനൊരു നല്ല മനുഷ്യനാണ്, പക്ഷേ എന്നെ കണ്ടുകൊണ്ട് മക്കളെ ദുശീലങ്ങൾ പഠിക്കല്ലടാ. ജോസഫേട്ട ഇത് തന്നെയല്ലേ എന്നോട് കുറച്ചു മുമ്പ് പറഞ്ഞത്? ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു. ആ എന്നാ നീ വന്ന സ്ഥിതിക്ക് നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് പോവാം. ഞാനൊന്നുമില്ല. ജോസഫേട്ട ഇത് തന്നെയല്ലേ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കണേ? ഞാനപ്പോൾ പറഞ്ഞു കുറച്ചു മുമ്പ്. അപ്പോൾ നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. ആ അപ്പം ഞാനെന്ത് പറഞ്ഞേ? ഞാൻ പറഞ്ഞ് എനിക്ക് വേണ്ടെന്ന്. അപ്പോൾ ജോസഫേട്ടൻ ചോദിച്ചു പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജോസഫേട്ടനെ കണ്ടു വന്നതാണെന്ന്. അപ്പോൾ ജോസഫേട്ടൻ പറഞ്ഞ് ചേട്ടനെ കണ്ടൊരിക്കലും പഠിക്കരുതെന്ന്. അപ്പോൾ ഞാൻ പറയും നീ നമുക്ക് വിടാമെന്ന്. അപ്പം ഞാൻ പറയും എനിക്ക് വേണ്ടെന്ന്. നീ പറഞ്ഞു തന്നെ പിന്നെ പറയാടാ. ജോസഫേട്ടൻ തന്നെ ഈ പറഞ്ഞു തരാൻ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കണേ. ആ ആ ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വരട്ടെ. എനിക്കല്ല റിപ്പീറ്റ് വല്ലാണോ തോന്നുന്നത്? അതൊന്നും വേണ്ട. അപ്പം പ്രീ ചേച്ചി എങ്ങാനും എവിടെ? അല്ല ഇത് ഇങ്ങനെ പ്രീ ചേച്ചി എങ്ങാനും വന്ന് കണ്ടാൽ കുഴപ്പമാകുമെന്ന് പറഞ്ഞു. ആ പേടിച്ചു പോയി. പേടിയൊക്കെ ഉണ്ടാ എന്നിട്ടാണ് ഈ പരിപാടിക്ക് ഇരിക്കണത്? വല്ലപ്പോഴും വേടാ. അതെയല്ലോ. വാ പോവാം. എന്നെ പിടിച്ചോണ്ട് പോടാ. എന്താണ്? വണ്ടി ഞാൻ ഓടിക്കും. ആന്ന് ശരിയാവൂല. ശരിയാവൂല. താക്കോതരാടാ. അല്ല ഇവിടെ മാറാ. ആൾക്കാരൊക്കെ നോക്കണുണ്ട്. പോകാൻ പറയടാ. താങ്ക്സ്. പാരസൈറ്റ്, സ്വിങ് കിഡ്സ്, ഹോം സ്റ്റേ. ഹോം സ്റ്റേ ഞാൻ കണ്ടതാണ്. ഫ്യൂരി, സിറ്റി ഓഫ് ലാസ്റ്റ് തിങ്സ്. ആ ബോറൻ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് കൊറിയൻ പടം പോലും കാണാൻ പറ്റിയിട്ടില്ല. ഇന്ന് മുഴുവൻ കണ്ടു തീർക്കണം. പിന്നെ ഇത് അടിച്ചു മാറ്റാനുള്ള സിനിമകളുടെ ലിസ്റ്റ് എടുക്കുമായിരിക്കും. അതെ, എവിടുന്ന് അടിച്ചു മാറ്റിയിട്ട് എഴുതേണ്ട കാര്യമൊന്നും DIGക്കില്ല. പിന്നെ അതെ. എന്താണ് നിന്നെ കൊണ്ട് വലിയ ശല്യമല്ലോ? ആ ഫോൺ അവിടെ വെച്ചൊരു കാര്യം പറയാണ്ട്. എന്താണ്? അതെ, നമ്മുടെ കഫേയിൽ വെച്ചിട്ടേ നിന്റെ അന്നത്തെ കൂട്ടുകാരനില്ല നിഷാന്ത്, അവനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവന്റെ കാര്യം നീ എന്നോട് മിണ്ടരുത്. എന്നോട് പറയണ്ട. പറയണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? പറയണ്ടെന്ന് പറഞ്ഞാ പറയണ്ട തന്നെ. എനിക്ക് കേൾക്കണ്ട. നീ വിചാരിക്കണ പോലെ എല്ലാ കാര്യങ്ങളും ഒന്നും കേൾക്കണ്ട. ഒരൊറ്റ വീക്ക് വെച്ചൊന്നല്ലേ പറയണ അങ്ങോട്ട് കേക്കണ്ട. എന്നാ പറ. അതെ, അവന്റെ അവസ്ഥ മഹാമോശായിരുന്നു. നിന്നെ അവൻ പറ്റിച്ചതല്ല. എടി, ലക്കി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ലക്ഷ്മി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും അവനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കണക്കെ 1-2 ദിവസത്തിന്റെ അല്ല, 6 വർഷത്തിന്റെ ബന്ധമാണ് നമ്മൾ തമ്മിൽ. അതായത് എനിക്ക് അവനെയും അവൻ എന്നെയും നന്നായിട്ട് അറിയാം. അങ്ങനെ പരസ്പരം നന്നായിട്ട് അറിയുന്ന ആളുകൾ തമ്മിൽ ഒളിയും മറയും പാടില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ എന്നോട് പറയായിരുന്നു. മറിച്ച് അവനെന്താ ചെയ്തത്? അവൻ അവൻ്റെ കാര്യങ്ങൾ മുഴുവൻ എൻ്റെ അടുത്ത് മറച്ചു വെച്ചിട്ട് രാത്രിക്ക് രാത്രി മുങ്ങല്ലേ ഇത് തെണ്ടി. എടാ, അത് എന്തുണ്ടായെന്നറിയോ? ഞാൻ പറഞ്ഞു. ഞാനൊന്ന് പറയട്ടെ സഹോ, നീ ഒരു കാര്യം ആലോചിച്ച് നോക്കണം.
അവൻ്റെ അച്ഛൻ മരിച്ചു എന്ന് അവൻ പറഞ്ഞിട്ടല്ല ഞാൻ അറിഞ്ഞത്. എന്നിട്ടും ഞാൻ നമ്മുടെ അവിനാശിൻ്റെ കയ്യിൽ നിന്ന് 2000 രൂപ കടം വാങ്ങിച്ചിട്ട് അന്ന് വന്ന ശങ്കരനല്ലേ അവനെ കൊണ്ട് ഇവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്തിനാണ്? അവൻ എന്തെങ്കിലും പൈസ ആവശ്യം ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട്. ഇങ്ങനെയുള്ള എന്നോട് കാര്യങ്ങൾ അവന് നേരിട്ട് പറഞ്ഞൂടെ? ഇപ്പൊ തന്നെ ഈ കാര്യങ്ങൾ അവൻ എന്നോട് പറഞ്ഞൂടെ? അവൻ നിന്നെ പറഞ്ഞേക്കില്ലേ ഇത്? അതിന് നിന്നോട് എങ്ങനെ വന്ന് പറയാനാ? നീ അവനെ കാണുമ്പോഴേക്കും കടിച്ചു കീറാൻ നിൽക്കല്ലേ? ആ കണക്കായി പോയി. അവൻ വർക്ക് ചെയ്യുന്ന അഡ്വർടൈസിങ് കമ്പനിയിൽ നമുക്ക് നല്ലൊരു ഓഫറും കൊണ്ടാ വന്നിരിക്കുന്നത്. എനിക്കൊന്നും കേക്കണ്ട. അല്ല എന്താ ഓഫറാണ്? എടാ നല്ല ഓപ്പണിംഗാ. 2 ഓഫേഴ്സ് ഉണ്ട്. ഒന്ന് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെയും ഒന്ന് കോപ്പി റൈറ്റർ പോസ്റ്റ്. ഇവിടെ കിട്ടുന്നതിന്റെ ഡബിൾ പാക്കേജാന്ന് അവൻ അവിടെ നിന്ന് അറിഞ്ഞത്. ഞാൻ എന്തായാലും നോക്കാൻ തീരുമാനിച്ചു. നിനക്ക് വേണ്ടി വേണ്ട. ഡബിൾ പാക്കേജ് കിട്ടുമോ? നീ എന്തിനാ അറിയണത്? നിനക്ക് വേണ്ടല്ലോ. അല്ല കാര്യം വ്യക്തിവിരോധം എനിക്ക് അവനുണ്ട്. പക്ഷെ അവന്റെ കമ്പനി എന്താ വിളിച്ചു? എനിക്ക് കമ്പനിയോട് ഒന്ന് നീ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഫഷണൽ അല്ലാന്ന് വേണ്ട. നീ അവനെ വിളിച്ച് പറഞ്ഞേക്ക്, ഞാൻ നോക്കണമെന്ന് പറയും. നീ എന്നെ വിളിച്ച് പറഞ്ഞോട്ടെ. അല്ല ഞാൻ ചാടാ അത്ര വിരോധമില്ല. അതെ അതെ ചേട്ടാ, ഇപ്പൊ ശരിയാക്കാം. അതല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറയണ്ട ജോസഫേട്ട, വണ്ടി ജോസഫേട്ട തന്നെ ഓടിച്ചോ, പക്ഷെ ഈ ഓണാക്കിയിട്ടില്ല. നിനക്ക് നേരെ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ എത്ര നേരം കിടന്ന് ചവിട്ടിയതാ. അടിച്ചെന്റെ പെരുപ്പം പോയി. ഞാൻ അടിച്ചത് വേണ്ട, നമുക്ക് പോവാം. വണ്ടി ഞാൻ ഓടി. എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ പോവാൻ തീരുമാനിച്ചല്ലേ? ആ തീരുമാനിച്ചു. വേണം വന്ന് കേറ. ആ പിന്നെ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. അതെ, ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ തന്നെ ഓടിച്ചാ പോരെ? വേണേ പുറകെ ഞാൻ തന്നെ ഓടിക്കും. ഓക്കെ, പഴയ പോലെ ഒന്നുമല്ല, നിയമമൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അടിച്ചിട്ട് വണ്ടി ഓടിച്ച് പിടിച്ചാലേ ശിക്ഷ എന്താണെന്നറിയോ? എന്താ ശിക്ഷ? 10,000 രൂപ പിഴ അടയ്ക്കേണ്ടി വരും. അടച്ചില്ല എന്ത് ചെയ്യും? ഞാൻ ഒന്നും ചെയ്യൂല. കോടതിയിൽ കൊണ്ടുപോയിട്ട് അവർ 6 മാസത്തേക്ക് ജയിലിൽ പിടിച്ചിടും. ഓ, എന്നാ ജോസഫ് 10,000 രൂപ എടുത്ത് വീശും. 10,000 രൂപ ജോസഫിന് പുത്തരിയല്ലടാ. എന്നാ പിന്നെ കുഴപ്പമില്ല. ചേട്ടൻ സൂപ്പറാണല്ലോ. ചേട്ടൻ വണ്ടി ഓടിച്ചോ. അപ്പം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാലേ, ചേട്ടന് കുഴപ്പമൊന്നുമില്ല, ചേട്ടൻ സൂപ്പറാണ്. ഈ വഴി കൂടെ വണ്ടി ഓടിക്കുന്ന വേറെ ആൾക്കാരില്ലേ, അവന്മാർക്ക് പലർക്കും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല. അത് ശരിയാ, അവനൊന്നും തീരെ പോരാ. അപ്പോൾ അവന്മാരെങ്ങനെ വന്ന് ഈ വണ്ടിയിൽ അടിച്ചു കഴിഞ്ഞെന്ന് വെച്ചോ, നമുക്കൊന്നുമില്ല, ചേട്ടൻ സൂപ്പറാണ്, ചേട്ടൻ അപ്പോൾ തന്നെ വണ്ടി വെട്ടിച്ച് മാറ്റും. പക്ഷേ വഴിയിൽ ഇറങ്ങി നിൽപ്പുണ്ടെങ്കിൽ അവരെ മേത്ത് വണ്ടി മുട്ടി ആൾ മരിച്ചു പോയാൽ പിന്നെ ചേട്ടനെ 10-12 കൊല്ലത്തേക്ക് ജയിലിൽ പിടിച്ചിടും. പുറത്ത് ഫ്രീ ചേച്ചി ഒറ്റയ്ക്കാം, ചിലപ്പോൾ ഫ്രീ ചേച്ചി ഒറ്റയ്ക്കാവില്ല, വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചേക്കും. വണ്ടി ചേട്ടൻ തന്നെ ഓടിച്ചോ. അതല്ലടാ, നാട്ടിലൊരു നിയമം ഉള്ളപ്പോഴേ നമ്മളെല്ലാരും അത് പാലിക്കാൻ ബാധ്യസ്ഥരാ. അതുകൊണ്ടാ മോനോടിച്ചോ. അടിച്ചെന്നെ പെരുപ്പ് പോയടാ. അല്ല, ഇതിപ്പോ കൊറേ നേരം ആയല്ലോ. എന്തെങ്കിലും ഒന്ന് പറ. ഇനി മിണ്ടി തുടങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. എന്നാലും ഒരു ചങ്ങായി. എന്നാലും ഇല്ല ചങ്ങായി. നീ പക്ഷെ അച്ഛൻ മരിച്ച പോലെ തന്നെ അറിയിച്ചില്ല. അതിപ്പോ നിന്നെ വിളിച്ച നീ ഇവിടെ വന്ന് കയറി കിടക്കൂലേ? ഈ അവസ്ഥയിൽ നിന്റെ ചെലവ് താങ്ങാൻ പറ്റാത്തോണ്ടാണ്. അപ്പൊ ഇത്രയുള്ളല്ലേ രണ്ടും? ഇവന്റെ വാശി കണ്ടപ്പോ ഞാൻ വിചാരിച്ചേ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഇനി മിണ്ടില്ലാന്ന്. അല്ല, താൻ എന്ത് പറഞ്ഞിട്ട് ഇവനെ കൂടെ കൊണ്ടുവന്നേ? ഞാൻ ഭയങ്കര ചീപ്പാവാണെന്ന് നീ വിചാരിക്കരുത്. എന്റെ കമ്പനിയിൽ എന്തോ ഒരു കോഫി റൈറ്ററുടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു.
ആ പിന്നെ ഇവൾക്ക് പറ്റിയൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെയും. അളിയാ ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഇവള് നിന്നെ പറ്റിച്ചതാ. എടി ദുഷ്ടേ, നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നില്ല ഒരാളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയാൻ? എടി മാക്രി മൂക്കി ഇടിച്ചിട്ട് മൂക്കാൻ പറഞ്ഞെന്ന് പറയും. ആ ഇങ്ങോട്ട് വാടാ നീ എൻ്റെ മൂക്ക് വരുത്താനായിട്ട്. എൻ്റെ പൊന്നു നിശാന്ത, ഞാൻ പിന്നെ ഇവനെ വേറെ എന്ത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനാ? നല്ല സാധനം. അത് കുഴപ്പമില്ല ലക്കി, എന്തായാലും നന്നായി. കമ്പനിയുടെ കൊച്ചി ഓഫീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനാണ് ആദ്യത്തെ റിക്രൂട്ട്. ദീപു, നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കാണ്. പേടിച്ചിട്ട് ചോദിക്കാതിരുന്ന. പക്ഷേ പഴയ പോലല്ല, ഞാനിപ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ്. ആയിക്കോട്ടെ. പിന്നെ തൻ്റെ റെസ്യൂം എനിക്കൊന്ന് മെയിൽ ചെയ്തേക്ക്. ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് വേണ്ട എല്ലാ കഴിവും തനിക്കുണ്ട്. നല്ലൊരു പ്രൊഫൈൽ തനിക്ക് ഞാൻ എൻ്റെ കമ്പനിയിൽ തരാം. സത്യാണോ? പിന്നില്ലാതെ. ആ എന്നാ താൻ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. തൻ്റെ കമ്പനിയിൽ നിന്ന് ആദ്യം തന്നെ പുറത്താക്കും. നീ വീട്ടിക്ക് ഞെല്ല വരുന്നു, ശരിയാക്കി തരാട്ടോ. നീ ഫോൺ എടുക്കും. അയ്യോ, ഞാൻ പുതിയ ജോലി അന്വേഷിക്കണമെന്ന് അറിഞ്ഞ് വിളിക്കുന്നതായിരിക്കും. ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞു. ഹലോ, ഓക്കെ ഓക്കെ സർ ആണോ? ശരി, ആ ഓക്കെ വരാം. കട്ടെ കട്ടെ, എന്നെ പിടിച്ചോണ്ടവനാണോ? എടാ MD ഇല്ലേ, ഒരു ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് നമ്മളോട് രണ്ടാളോട് അങ്ങോട്ട് ചെല്ലാൻ. മഹാത്ഭുതമാണല്ലോ. അതെ, എനിക്കതല്ല, നമ്മൾ രണ്ടാളും ഒരുമിച്ച് റിസൈൻ ചെയ്യാന്ന് പറഞ്ഞാലേ ആ മനുഷ്യൻ തകർന്നു പോകൂടാ. പിന്നെ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് എങ്ങനെ നമ്മള് നോന്ന് പറയാ അല്ലേ? താനാള് കൊള്ളാലോ. ഒന്നുമില്ല, കഴിഞ്ഞ സീനിലെ കുറച്ച് അഡീഷണൽ ഡയലോഗ് ഉണ്ടായിരുന്നു, അപ്പൊ ഒന്ന് എഴുതി ചേർത്തതാ. അതെ, റൂമിൽ പോകണ്ടേ, ചെന്നിട്ട് കുറെ പണിയുണ്ട് കേട്ടോ. അല്ലെങ്കിലും നിനക്ക് നല്ലൊരു പണി വരുന്നുണ്ട്. എന്താണ്? നീ ആ റിപ്പോർട്ട് വന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. എന്താ? എടാ, അയാൾ ഉഡായിപ്പാണ്. അതിനയാൾ എന്റെ ഇന്റർവ്യൂ ഒന്നും എടുത്തതല്ല. വേണ്ട, അയാളെ നിന്റെ തുളത്ത് കയറ്റുന്നപ്പോ എന്തൊക്കെയോ സംസാരിക്കണ്ടായിരുന്നല്ലോ. അത് സെറ്റിലെ സാധാരണ കാര്യങ്ങളാ. പ്രമിത മാഡത്തിനെയും ജീവൻ സാറിനെ കുറിച്ച്. പ്രമിത മാഡത്തിനെ പറ്റി നീ എന്ത് പറഞ്ഞു? ഞാൻ നല്ല കാര്യങ്ങളാ പറഞ്ഞത്. മതി. എടാ, നിനക്ക് അയാളെ അറിയാൻ പാടില്ല. പണ്ട് ഈ തെണ്ടി ഈ ശശീന്ദ്രൻ സാറിന്റെ സെറ്റില് വന്നിട്ട് എന്റെ തൊഴിൽ കയറ്റ് ഇതുപോലെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഞാനും ഇതുപോലെ എന്റെ മണ്ഡലത്തിന് കുറെ കാര്യങ്ങൾ ഞാനും പറഞ്ഞു കൊടുത്തു. അടുത്ത ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും മാഗസിനിൽ ഒരു ന്യൂസ്, യുവ സഹസംവിധായകനും നായിക ലതികയും തമ്മിൽ പ്രണയത്തിൽ. അയ്യോ, എന്നിട്ട് എന്താകാൻ? ആദ്യം കേട്ടപ്പോ ഒരു സുഖമൊക്കെ തോന്നി. പക്ഷെ അതിനുശേഷം ലതിക എന്നെ കണ്ട മിണ്ടേ ഇല്ല. ഒരു 2-3 പടവും പോയിട്ട്. ദൈവമേ, ആ നിഷാദ് അയാളോട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു പണിയട്ടെ, ഞാൻ പ്രമിതയോടും ജീവൻ സാറോടും പോയി കാര്യം പറയട്ടെ. വേണ്ട, എന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ നീ അങ്ങോട്ടൊന്നും നാണം കടാൻ നിൽക്കണ്ട. പിന്നെന്ത് ചെയ്യും? നോക്കാം നമുക്ക്. അയാൾക്ക് ഇതിലും നല്ലൊരു വാർത്ത കിട്ടിയ ചിലപ്പോ നീ രക്ഷപ്പെടും. ഞാനൊരു പണിയട്ടെ, ഞാൻ അയാളോട് പോയി കാര്യം പറയട്ടെ. എടാ, നീ എന്താ പൊട്ടനാണോ? ഇപ്പൊ നീ അങ്ങോട്ട് നിന്നിട്ട് അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ നിന്നാ പിന്നെ അയാളുടെ ഡിമാൻഡ് കാണണം. ദൈവമേ, ഇത് പണ്ടാരണ്ട പറഞ്ഞ പോലെ എന്തിന്റെ ഉള്ളിൽ കൊണ്ടേ കൈയിട്ട പോലത്തെ അവസ്ഥയല്ല. ഇത് ഏതാണ് ഈ മാഗസീൻ? ഇത് ഏതോ ഒരു മറ്റേ ഓൺലൈൻ മഞ്ഞപ്പത്രം. നല്ലൊരു പേരാണ് അതിന്റെ. PP മാഗസിൻ. നല്ല ബെസ്റ്റ് പേര്. നീ ടെൻഷൻ അടിക്കണ്ട, ഇതിനൊക്കെ ഒറ്റ വഴിയുള്ളൂ. എന്താണത്? അനുഭവിക്കുക, അല്ല ഇഗ്നോർ ഇറ്റ്. ഓക്കെ? ദൈവമേ, എന്താ സംഭവം മനസ്സിലായോ? ചിലപ്പോ നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രൊമോഷൻ തരാനാണെങ്കിലോ? പ്രൊമോഷൻ ആവില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ വിളിക്കോ, ഞാൻ ന്യൂ ജോയിനി അല്ലേ. ഞങ്ങൾക്ക് പ്രൊമോഷൻ തരുന്നത് കാണാൻ തന്നെ വിളിച്ചായിരിക്കും. പോടാ, എനിക്ക് തോന്നുന്നതേ ഏതെങ്കിലും വർക്ക് തീർന്നതിന്റെ സെലിബ്രേഷൻ ആയിരിക്കും. ഇത് സംഭവം മറ്റേതാണ്. എന്ത്? മറ്റേത് മാനസാന്തരം. എന്താന്ന്? അതായത് നമ്മളൊക്കെ ഇത്രയും നാൾ ഇവിടെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ട് പുള്ളിക്ക് നമ്മളോടൊന്നും വേണ്ടും പോലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിന് കുറ്റബോധം. നമ്മുടെ MDക്ക് അതാണ് സംഭവം. പാവം കേട്ടോ. ഈ വൈകിയ വേളയിലാണ് പുള്ളിക്ക് ഒരു ട്രീറ്റ് ഒക്കെ തരാൻ തോന്നിയത്. എന്തായാലും നമുക്കിനി പാവത്തിനോട് ദേഷ്യമൊന്നും വെച്ചോണ്ടിരിക്കണ്ട. അതന്നെ പാവം. അതെ, നമ്മൾ പോണേന് മുമ്പേ ഇതുപോലെ ഒരു ട്രീറ്റ് നമുക്ക് ആൾക്കും കൊടുക്കാട്ടാ. നല്ല ഐഡിയ. പക്ഷെ അതിന്റെ കാശ് നീ കൊടുക്കണം. MD വന്നു. കുറച്ച് നാളെ നിനക്ക് ട്രീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇപ്പഴാണ് നടന്നത്. അതിനൊരു കാരണമുണ്ടെന്ന് വിചാരിച്ചോളൂ. എന്ത് പാവല്ലേ? അയ്യോ, ഓഫർ ലെറ്റർ. സാർ, ഈ ചെലവ് ചെയ്യാൻ മാത്രമുള്ള റീസൺ എന്താണെന്ന് മനസ്സിലായില്ല. ആക്ച്വലി നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ്. പിന്നെ കുറച്ച് കമ്പനിക്ക് വേണ്ടിയാന്ന് പറയാം. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ആസ് എൻ എംപ്ലോയി നമുക്കൊരു ഗ്രോത്ത് വേണം. പിന്നെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഗ്രോത്ത്. അപ്പോൾ ഞാൻ എന്താണ് പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഐ എം ലീവിംഗ് ദ കമ്പനി and joining as a CEO of another company. Wow, that's great, sir. Congrats. ഇതിപ്പോ ഇയാളെ മോശിക്ക് നമുക്ക് നമ്മുടെ അരിയാളോട് പറയാം.
അയ്യോ സാറ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാവൂലോ സാർ. എന്റെ ജിൻഡോ, തനിക്ക് അഭിനയിക്കാറില്ലടോ. തന്റെ മുഖം കണ്ടാൽ അറിയാൻ താൻ സന്തോഷത്തോടുകൂടിയാ പറയണത്. അങ്ങനെയൊന്നുമില്ല സാർ. സാർ ഏത് കമ്പനിയിലേക്കാ പോണ്? അഡ്വർടൈസിംഗ് ഫീമാണ്. They are into digital marketing and branding. Wow. Impactus. Impactus. അല്ല സാർ അപ്പോൾ അവിടെ നിന്നല്ലേ ഇപ്പൊ നമുക്ക് ഓഫർ ലെറ്റർ വന്നത്. അതിന്റെ പ്രൊസീജിയർ ഇതിപ്പോ മറ്റേ ജനാർദ്ദൻ പറഞ്ഞ പോലെ ആണ്. സാർ അത് ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് മാത്രമാണോ അത്? മോനെ എന്താ ചേട്ടാ ന്യൂസ് വന്നാ? എൻജോയ്. അമ്മേ ഈശ്വര ഭവനത്തിണ്ടിക്ക് നല്ലതാ. എന്താ പറ്റി? ഒന്നുമില്ല. ഫോണിൽ എന്താ? ഒന്നുമില്ല. എന്താടോ, എന്താ പോകുമല്ലായിരിക്കുന്നേ? എടാ എൻ്റെ ഭാഗത്ത് പറ്റിയൊരു തെറ്റാണ്. ഞാൻ വിചാരിച്ചില്ല അയാൾ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുമെന്ന്. കാര്യം പറ. ഇന്ന് രാവിലെ ഒരാൾ വന്നില്ലേ ഇന്റർവ്യൂ എടുക്കാനായിട്ട്? അയാൾ കുറച്ച് ഓക്കോർഡായിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. ആണോ? എന്താ എഴുതിയേക്കുന്നേ? താനും ജീവനും തമ്മിൽ എന്തോ റിലേഷൻ എന്നൊക്കെ. ഓ, പ്രേമമായിരിക്കും അല്ലേ? അതെ. എന്റെ പൊന്നവിനാശേ, ഇതൊക്കെ ഇൻഡസ്ട്രി പറഞ്ഞിട്ടുള്ളതാ. ഇതാലോചിച്ച് ടെൻഷൻ അടിക്കാൻ നിന്നാലേ ഇതിനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ താൻ തന്റെ ജോലി നോക്ക്. പിന്നെ സാർ സത്യമായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എടാ അവിനാശേ, അതിന് ഞാൻ നിന്നോട് വല്ലതും പറഞ്ഞു. എടാ നമ്മളിപ്പോൾ ഒന്നും മിണ്ടിയില്ലെങ്കിലും അയാൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതും അല്ലേ? നീ വന്നേ. എടാ ഇതൊക്കെ ചുളിവിൽ 10 പൈസ പോലും മുടക്കാതെ കിട്ടുന്ന പബ്ലിസിറ്റിയാണ് അല്ലേ? അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലും മിണ്ടാനും വേണ്ട, ഒന്നും പറയാനും പോകണ്ട, ഒന്നും അറിഞ്ഞേ ഭാവിക്കണ്ട. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദി ഗെയിം. നീ വന്നേ. എടാ അവിനാശേ.